കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 27-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിക്കണമേ, ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിനകത്ത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരിക എന്നുള്ളത് സ്വാഭാവികമാണ്, അല്ലേ? ഇവിടെ ദാവീദ് എന്ന ദൈവമനുഷ്യൻ 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. നേരത്തെ ദാവീദ് പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് പറയുകയാണ്, എനിക്കെതിരെ ഒരു സൈന്യം പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. മനുഷ്യജീവിതത്തെ പലപ്പോഴും ഒരു പുഴു ഒരു വൃക്ഷഫലത്തെ കാർന്നു തിന്നുന്നത് പോലെ തിന്നുന്ന മനുഷ്യജീവിതത്തെ തിന്നുന്ന ഒന്നാണ് ഭയം എന്ന് പറയുന്നത്. ഭയം നമ്മളെ തകർക്കും. അല്ല, സ്തോത്രം. തിരുവചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, വേദപുസ്തകം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഭയം ആർക്കുണ്ടോ അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് ആവർത്തിച്ച് സ്തോത്രം തൻ്റെ ജനത്തോട് പറഞ്ഞൊരു വാചകമാണ് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ള പദപ്രയോഗം, അല്ലേ? ഭയപ്പെടേണ്ട എന്നുള്ളത് കാര്യമെന്ന് അറിയാമോ? ഭയം മനുഷ്യന് സന്തത സഹചാരിയായ പല വിഷയങ്ങളിലും അത് ഉണ്ടാകും. എന്നാൽ വേദപുസ്തകം ഇവിടെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? ദൈവത്തിൽ ആശ്രയിച്ച് ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എനിക്ക് യുദ്ധം വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം 27-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് അതിന് ആധാരം. എന്തുവാ? യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അപ്പോൾ ദൈവം നമ്മുടെ രക്ഷയാണ്, നമ്മുടെ വെളിച്ചമാണ്. ദൈവം നമ്മുടെ ജീവൻ്റെ ബലമാണ്. പിന്നെ നമ്മൾ എന്തിനാ ഭയപ്പെടേണ്ടിയത്? ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ടിയ ആവശ്യം ഇല്ല. ദൈവത്തോട് അടുത്ത് വയ്ക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവ പൈതൽ ഈ ലോകത്തിലെ അദൃശ്യ മേഖലകളിലോ ദൃശ്യമേഖലയ്ക്കകത്തോ വെളിപ്പെടുന്ന ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി വന്നതിനെ പ്രതി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭയപ്പെടേണ്ടിയ ആവശ്യം ഇല്ലവേ ഇല്ല. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാം, യുദ്ധം വരാം, പ്രയാസങ്ങളും പ്രതിസന്ധികളും വരാം, ഒരു സൈന്യം നമുക്കെതിരെ പാളയം ഇറങ്ങിയെന്ന് വരാം. പക്ഷേ ഭയപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. അവൻ നമ്മുടെ രക്ഷയാണ്, അവൻ നമ്മുടെ വെളിച്ചമാണ്, അവൻ നമ്മുടെ ജീവൻ്റെ ബലമാണ്. ആരെയും ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, രോഗത്തെയോ ശാപത്തെയോ മാനുഷിക മേഖലകളെയോ അദൃശ്യ ശക്തികളെയോ കണ്ട് അവരുടെ പ്രവൃത്തികളുടെ മേൽ ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് ആ ഭയം അവരിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ ഒരു വിടുതൽ അവരുടെ ജീവിതത്തിനകത്ത് പ്രാപിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവൻ ദൈവം ഇടവരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ട് ഈ സന്ദേശം അനേകായിരങ്ങൾക്ക് ആശ്വാസമാകുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.